ഫാസിസത്തിനെ കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്, സ്റ്റോക്ക് മാർക്കറ്റ്, അതായത് നമ്മുടെ സെൻസെക്സിൽ ഒരു പോയിന്റ് ഉയരുന്നത് വാർത്തയാവുകയും തെരുവിൽ ഒരു മനുഷ്യൻ പട്ടിണി കിടന്ന് മരിക്കുന്നത് വാർത്തയല്ലാതാവുകയും ചെയ്യുന്നതാണ് ഫാസിസം. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്, ഈ പാവപ്പെട്ടവരെയും ദാരിദ്ര്യം അനുഭവിക്കുന്നവരെയും സഹായിക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് ആണൊന്നുമില്ല, മനുഷ്യനായ മതി എന്നുള്ളൊരു കാഴ്ചപ്പാടാണ്. ലോക ആത്മീയ നേതാക്കളിൽ ഞാൻ വളരെ വലിയ സ്ഥാനത്ത് കണ്ടിരുന്ന, ഞാൻ വളരെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളായിരുന്നു നമ്മുടെ ഇന്നലെ കാലം ചെയ്ത നമ്മുടെ പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പ. അദ്ദേഹം 1936 ആണ് ജനിച്ചത്. ബ്യൂണസ് അയേഴ്സിലാണ്, നമ്മുടെ അർജന്റീനയിൽ ബ്യൂണസ് അയേഴ്സ്, അവിടെ ജനിച്ചു. അദ്ദേഹത്തിൻ്റെ പേരെന്ന് പറയുന്നത് അവിടുത്തെ പേരാണല്ലോ, ഹോർഹെ മാരിയോ ബൊർഗോഗ്ലിയോ. അപ്പോൾ അദ്ദേഹം 1936 ജനിച്ചു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പോപ്പായിട്ട് അവരോധിക്കപ്പെടുന്നത് 2013 മാർച്ചിലാണ്. അപ്പോൾ അതിന് ഒരു പ്രത്യേകതയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു എളിമയുടെ മുഖമാണ്. അവിടെ എല്ലാ ആളുകളും അന്ന് ഈ ബാക്കി കർദിനാൾമാരാണല്ലോ പോപ്പുമാരായിട്ട് ആരെങ്കിലും തിരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പോൾ ബാക്കി കർദിനാൾമാരെല്ലാം വന്നു. അവരെയൊക്കെ പത്രക്കാരും മാധ്യമങ്ങളും ഒക്കെ അവരെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കും. ചിലർ വല്ലതും സംസാരിക്കും, ചിലർ വന്നിറങ്ങും, ചിലർ വന്നിറങ്ങുന്ന കാരണത്ത് വന്നിറങ്ങി അങ്ങ് പോവും, കടന്നു പോവും. കർദിനാൾമാർക്കൊരു പ്രത്യേക തൊപ്പിയുണ്ട്, അതെല്ലാവരും വെക്കും. പക്ഷേ ഇദ്ദേഹം ഒരു കറുത്ത കോട്ട് അണിഞ്ഞ് അദ്ദേഹം ഒരു സാധാരണക്കാരനായിട്ട് ഈ തൊപ്പിയൊന്നുമില്ലാതെ നേരെ ഒരു ചെറിയ പെട്ടി പിടിച്ചുകൊണ്ട് വന്നു. തിരിച്ചു പോകാനുള്ള വിമാന ടിക്കറ്റുമായിട്ടാണ് അദ്ദേഹം വരുന്നത്. കാരണം അദ്ദേഹം ആ രീതിയിലേ കാണുന്നുള്ളൂ, ഈ സ്ഥാനത്തിനെയൊക്കെ കാണുന്ന ഒരു പ്രത്യേക മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം ഇതുപോലെ വന്നു. പക്ഷേ അവിടുത്തെ ചിമ്മിനിയിൽ നിന്ന് പുകയുയർന്നപ്പോൾ മനസ്സിലായത് ഇദ്ദേഹമാണ് പോപ്പായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട എന്നുള്ളതാണ്. വലിയ അതിശയമായിരുന്നു, ആർക്കും അറിഞ്ഞുകൂടാ ഇദ്ദേഹത്തെക്കുറിച്ച്. അദ്ദേഹം അവിടെ ബ്യൂണസ് അയേഴ്സിൽ കർദിനാളായിരുന്നെങ്കിലും വേറെ അങ്ങനെ ഒരു വലിയ പ്രശസ്തനൊന്നും ഉള്ളതൊന്നുമല്ല. പക്ഷേ ഒരു തികഞ്ഞ വാഗ്മി, അതുകൂടാതെ ശാസ്ത്രത്തിൽ വലിയ അവബോധമുള്ള ഒരാൾ, അതുകൂടാതെ സാമൂഹ്യ പ്രശ്നങ്ങളിലെല്ലാം ഇടപെടുന്ന ഒരാൾ, വളരെ കരുണയും ആർദ്രതയും മുഖമുദ്രമാക്കിയ ആൾ, പാരിസ്ഥിതിക പ്രശ്നങ്ങളിൽ അദ്ദേഹത്തിൻ്റെ എഴുതിയിട്ടുള്ള ആൾ, ഈ രീതിയിലുള്ള പ്രത്യേകതകളുള്ള ഒരാളാണ്. അദ്ദേഹത്തെ ഞാൻ ശ്രദ്ധിച്ചേക്കുന്നത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകടനങ്ങളാണ് എപ്പോഴും സാമൂഹ്യ നീതിയെ സംബന്ധിച്ചും ഒക്കെ ഉള്ളത്. അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ, ഈ അദ്ദേഹം യുദ്ധങ്ങൾക്കെല്ലാം എതിരാണ്. അദ്ദേഹം പറയുന്നത് യുദ്ധങ്ങൾ എൻ്റെ കാരണമെന്ന് പറയുന്നത് തന്നെ യഥാർത്ഥത്തിൽ സംവാദത്തിൻ്റെ കുറവെന്നാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. കാരണം പരസ്പര സംവാദം ഉണ്ടെങ്കിൽ യുദ്ധത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. കാരണം ഒരു അഭിപ്രായ ഭിന്നതകൾ എന്തുണ്ടെങ്കിലും പരസ്പര സംവാദത്തിലൂടെ അത് തീർക്കാം. അതായത് മ്യൂച്വൽ ഡയലോഗ്, കൺസൾട്ടേഷൻ, അതാണ് അദ്ദേഹത്തിൻ്റെ ആ കാഴ്ചപ്പാട്. മാത്രമല്ല അദ്ദേഹത്തിന് ഒരു വളരെ പ്രത്യേകതയുള്ള ആളായിരുന്നു. അദ്ദേഹത്തിന് ജനസമ്മതി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിൽ യഥാർത്ഥത്തിൽ ആദ്യം അദ്ദേഹത്തിന് 95% ജനസമ്മതി ഉണ്ടായിരുന്നെങ്കിൽ അത് പിന്നെ ഒരു 75% കുറഞ്ഞിട്ടുണ്ട്. കാരണം അത് അദ്ദേഹത്തിൻ്റെ പ്രത്യേക പ്രവർത്തനങ്ങൾ മൂലമാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ്. അത് പല കുൽസിത ശക്തികൾക്കും എതിരാണ്, ഇഷ്ടമല്ല, താല്പര്യമില്ല. അപ്പൊ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ സമൂഹത്തിൽ നിന്ന് തന്നെ ഒരുപാട് പേര് അദ്ദേഹത്തിനെ എതിർക്കുന്നുണ്ട് ഓരോ കാര്യങ്ങളിൽ. എന്തിനാ എതിർക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് വിവരക്കേട് കൊണ്ടുള്ള എതിർപ്പെന്നേ ഞാൻ പറയുള്ളൂ. കാരണം അദ്ദേഹത്തിന് അദ്ദേഹം ഓരോ കാര്യങ്ങൾ ചിന്തിക്കുന്നതൊക്കെ നോക്കണം നമുക്ക്. ഈ ആദ്യമായിട്ടാണ് ലാറ്റിൻ അമേരിക്കൻ രാജ്യത്തു നിന്നൊരു പോപ്പ് വരുന്നത്. വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു പേര് സ്വീകരിക്കണം. അദ്ദേഹം ഫ്രാൻസിസ് എന്നുള്ള പേരാണ് സ്വീകരിച്ചത്. അങ്ങനെ ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകം അറിയപ്പെടുന്ന ഒരാളായിട്ട് അങ്ങ് മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് ഓരോന്നിലും അദ്ദേഹത്തിന് എല്ലാം ഒരു വേറിട്ട ഒരു രീതിയാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. എല്ലാവരും അവിടെ പോപ്പിൻ്റെ അരമനയിൽ താമസിക്കും. ഈ പോപ്പ് ആയിട്ട് അവരോധിക്കപ്പെട്ട കൊട്ടാരമാണ് അവിടെ താമസിക്കുക. ഞാൻ പോയിട്ടുണ്ടെങ്കിലും ഞാൻ അവിടെ പോയി വത്തിക്കാനിലൊക്കെ പോയി. പക്ഷേ ഞാൻ ചെല്ലുന്ന സമയം
ഞാൻ യഥാർത്ഥത്തിൽ എനിക്ക് പോപ്പിനെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. അവിടെ ചെന്നാൽ എനിക്കത് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളായിരുന്നു. അതുപോലുള്ള ആളുകളൊക്കെ എന്നോടൊപ്പം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചിരുന്നത്, അപ്പം നോക്കിയപ്പോൾ അദ്ദേഹം ഒരു വിദേശ സന്ദർശനത്തിലാണ്, അദ്ദേഹം അവിടെ ഇല്ല. അപ്പം എനിക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റിയില്ല. അങ്ങനെ ഒരു സങ്കടം എനിക്കുണ്ട്. പക്ഷേ അത് പറ്റാതെ പോയി. അത് നമ്മൾ ഓരോ നിമിത്തമാണല്ലോ ഓരോ കാര്യങ്ങളും. പിന്നെ ഞാൻ അവിടുത്തെ എല്ലാ കെട്ടിടങ്ങളും ഒക്കെ കയറി കണ്ടു. ഈ അരമന ഇങ്ങനെയുള്ളതെല്ലാം കണ്ടു. കൊട്ടാരം അത് കണ്ടു. സിസ്റ്റൈൻ ചാപ്പല് നല്ല വിശദമായിട്ട് നടന്ന് കണ്ടു. അതിൻ്റെ എല്ലാം ഫോട്ടോ ഒക്കെ എടുത്ത് ഞാൻ തിരിച്ചു വരാനിടയായി. അപ്പോൾ ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിനെ കാണണമെന്നുള്ള എൻ്റെ അദമ്യമായ ആഗ്രഹം എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ ഒന്നുകൂടെ ഞാൻ വിചാരിച്ചിരുന്നു കാണണമെന്ന്, പക്ഷെ നടന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചിരുന്നു, ഞാൻ അദ്ദേഹത്തിനെ കാണുന്ന അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഞാൻ അദ്ദേഹത്തിൻ്റെ ഈ വ്യക്തിത്വം ഒരു ദൂരെ മാറി നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഞാൻ നോക്കും അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനങ്ങൾ എല്ലാം. അപ്പോൾ അദ്ദേഹം വേറിട്ട ഒരു രീതി എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ ഈ സ്വർഗരീതി അത് അദ്ദേഹത്തിന് താല്പര്യമുള്ള ഒരു കാര്യമല്ല അതിനകത്ത്. കാരണം സ്വർഗ വിവാഹം അദ്ദേഹം ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ അങ്ങനെയുള്ള ആളുകളെ അവരെ പള്ളിയിൽ ആശീർവദിക്കുന്നതിന് കുഴപ്പമില്ല എന്നുള്ളൊരു കാഴ്ചപ്പാട് അദ്ദേഹം എടുത്തു. കാരണം അത് ജനത്തിന് വേണ്ടിയുള്ള കാഴ്ചപ്പാടാണ്. കാരണം അദ്ദേഹത്തിൻ്റെ സ്വന്തമായ കാര്യങ്ങൾ, താല്പര്യങ്ങൾ എന്തൊക്കെ ആയാൽ പോലും അത് അല്ല നോക്കേണ്ടത്, സമൂഹത്തിൻ്റെ കാര്യങ്ങളാണ് നോക്കേണ്ടതെന്നുള്ള കാഴ്ചപ്പാടാണ്. പിന്നെ അദ്ദേഹം ഏറ്റവും ഇഷ്ടപ്പെട്ടത് അഗതികളെ, ഒരുപാട് പേരെ, അതുപോലെ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നവരെ, ഇപ്പോൾ ജയിലിലുള്ളവരെ, ജയിൽ അന്തേവാസികളെ, അവരെയൊക്കെ ഇപ്പോൾ കാൽ കഴിവൽ ശുശ്രൂഷ നടത്തുന്നത് അദ്ദേഹം നടത്തിയത് ജയിലിലുള്ള സ്ത്രീകളെ, വനിതകളെയായിരുന്നു. അതാണ്. അപ്പോൾ സാധാരണ അങ്ങനെ ചെയ്യാറില്ല. അതാണ് ഞാൻ പറഞ്ഞ ഒരു വേറിട്ട ഒരു വ്യക്തിത്വം എന്ന് വേണം കണക്കാക്കാൻ. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇതുപോലാണ് അദ്ദേഹം ഉള്ള തീരുമാനം. അതേപോലെ തന്നെ ഈ മനുഷ്യക്കടത്തിനിരയായ ആളുകൾ, കുടിയേറ്റക്കാർ, ഇവരെയെല്ലാം അദ്ദേഹം വളരെ ഇഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. അവർക്ക് വേണ്ടിയൊക്കെ നിലകൊണ്ടു. യാതൊരു അതായത് ഒരു വ്യത്യാസം, മതത്തിൻ്റെ ഒരു വ്യത്യാസത്തിൽ ആരെയും വേർതിരിച്ച് കാണാൻ പാടില്ല. എല്ലാ മതങ്ങളെയും ഒരുപോലെ സ്നേഹിച്ച മനുഷ്യൻ. ഈ രീതിയിലുള്ള ഒരു മാർപ്പാപ്പയായിരുന്നു യഥാർത്ഥത്തിൽ ലോകത്തിന് വേണ്ടിയിരുന്നത്, മാനവരാശിക്ക് വേണ്ടിയിരുന്നത്. അങ്ങനെ ഒരു മാർപ്പാപ്പയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രഖ്യാപനം ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. ഫാസിസത്തിനെ കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്, അദ്ദേഹം പറഞ്ഞത്, സ്റ്റോക്ക് മാർക്കറ്റ്, അതായത് നമ്മുടെ സെൻസെക്സിൽ ഒരു പോയിന്റ് ഉയരുന്നത് വാർത്തയാവുകയും തെരുവിലൊരു ഒരു മനുഷ്യൻ പട്ടിണി കിടന്ന് മരിക്കുന്നത് വാർത്തയല്ലാതാവുകയും ചെയ്യുന്നതാണ് ഫാസിസം. ഏറ്റവും വലിയ കാഴ്ചപ്പാടല്ലേ മനുഷ്യരാശിക്ക് വേണ്ടിയുള്ള ഏറ്റവും വലിയ കാഴ്ചപ്പാടാണ് അദ്ദേഹം പറഞ്ഞത്. അത് മാധ്യമങ്ങളെല്ലാം ഒന്നിച്ച് ആ രീതിയിൽ പോകുന്ന ഒരു കാഴ്ചപ്പാടാണ് വന്നേക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് ഈ പാവപ്പെട്ടവരെയും ദാരിദ്ര്യം അനുഭവിക്കുന്നവരെയും സഹായിക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് ആണൊന്നുമില്ല, മനുഷ്യനായാൽ മതി എന്നുള്ളൊരു കാഴ്ചപ്പാടാണ്. അപ്പോൾ അത് അദ്ദേഹം കമ്മ്യൂണിസത്തിൻ്റെ എതിരെയൊന്നുമല്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനങ്ങളാണ് ഇതൊക്കെ. അത് പലരെയും ചൊടിപ്പിക്കുകയും വിരോധിപ്പിക്കുകയൊക്കെ ചെയ്യും. പിന്നെ ഇതുപോലുള്ള പ്രഖ്യാപനങ്ങൾ കാരണം പോകുമ്പോൾ സഭയെ തന്നെ അതിനൊക്കെ കുറച്ച് പേർക്കൊക്കെ എതിർപ്പൊക്കെ ഉണ്ടാവും. പക്ഷെ ആ എതിർപ്പുകളെ ഒന്നും വഹിച്ചിട്ടില്ല. അദ്ദേഹത്തിന് ഇന്ത്യ സന്ദർശിക്കാൻ ഏറ്റവും വളരെ ഇഷ്ടമായിരുന്നു. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഇന്ത്യയിലെ മതവൈവിധ്യം, റിലീജിയസ് ഡൈവേഴ്സിറ്റി, അത് മാത്രമല്ല സർവമത സ്വാതന്ത്ര്യം, ഇത് അദ്ദേഹം ദൂരെ നിന്ന് നോക്കിക്കണ്ടിട്ടാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് വരാനുള്ള താല്പര്യം അദ്ദേഹത്തിനുണ്ടായത്. അത് നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി അദ്ദേഹത്തെ ക്ഷണിക്കുകയും ചെയ്തു. പക്ഷേ അദ്ദേഹത്തിന് വരാൻ പറ്റിയില്ല. കാരണം ഇപ്പോൾ ഈ വർഷം വരാം, അടുത്ത വർഷം വരാം എന്നുള്ള ഒരു കാഴ്ചപ്പാട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് അറിയിക്കുകയും ചെയ്തതാണ്. പക്ഷേ അതിന് കാലം അനുവദിച്ചില്ല. അദ്ദേഹം കാലം ചെയ്യപ്പെട്ടു ഇതായി. പക്ഷേ എന്നും ഈ മാർപ്പാപ്പ, അതായത് ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മുടെ മനസ്സിലുണ്ടാവും, എല്ലാവരുടെയും മനസ്സിലുണ്ടാവും. ഇത് നമുക്ക് അദ്ദേഹത്തെ ചില ആളുകൾക്കൊക്കെ, അദ്ദേഹത്തിൻ്റെ മതത്തിൽപ്പെട്ടവർക്കൊക്കെ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ചില നടപടികൾ എതിർപ്പുണ്ടാവും. പക്ഷേ യഥാർത്ഥത്തിൽ അത് മനസ്സിരുത്തി ചിന്തിച്ചാൽ എതിർപ്പിനുള്ള യാതൊരു വകകളും അതിലില്ല. കാരണം അദ്ദേഹം, ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹം ഈ യാതൊരു താല്പര്യവും അദ്ദേഹത്തിന് വലിയ ആളായിട്ട് നടക്കണം, ഇതൊന്നും അദ്ദേഹത്തിനില്ല കേട്ടോ. അവിടെ ഈ അരമനയിൽ അദ്ദേഹത്തിന് കൊട്ടാര സദൃശമായ അരമനയുള്ളതാണ്. പക്ഷെ അദ്ദേഹം അതിനോടൊപ്പമുള്ള ഒരു ഗസ്റ്റ് ഹൗസിൽ ഒരു സാധാരണ മുറിയിൽ താമസിച്ച ആളാണ്. അതെ, ഇങ്ങനെയുള്ള ഒരാളെ നമുക്ക് കാണാൻ പറ്റില്ല. ഇത് യഥാർത്ഥത്തിൽ ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് ഏറ്റവും ഇഷ്ടപ്പെട്ടു. ശ്രീനാരായണ പ്രസ്ഥാനങ്ങളിൽ അദ്ദേഹത്തിന് ഇഷ്ടം, ശ്രീനാരായണ ഗുരുവിനെ
എന്ന് പറഞ്ഞതുപോലെ. കാരണം ലോകത്തെ ഇങ്ങനെയുള്ള ആളുകളെ എല്ലാം ശ്രദ്ധിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്ത ഒരു വലിയ മനുഷ്യസ്നേഹി, അതാണ് ലോകത്തിന് നഷ്ടപ്പെട്ടത്. അദ്ദേഹത്തിന് മാത്രമല്ല, ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ശ്വാസകോശത്തിൻ്റെ ഒരു ലോബിൻ്റെ കുറച്ച് ഭാഗം റിമൂവ് ചെയ്തിരുന്നു അണുബാധ കാരണം. അങ്ങനെ ഒരു ചെറിയ വൈകല്യം അകത്തുണ്ടെങ്കിൽ പോലും അതൊന്നും പ്രശ്നമല്ലായിരുന്നു അദ്ദേഹത്തിന്. 88 വയസ്സ് വരെ ജീവിച്ചു. അദ്ദേഹം ഏറ്റവും നല്ല മനുഷ്യസ്നേഹി, എല്ലാവരെയും ഇതുപോലെ അശരണരെയും അഗതികളെയും എല്ലാം ഇഷ്ടപ്പെട്ട മനുഷ്യൻ. ലോകത്തിന് തീരാ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് പോപ്പിൻ്റെ നിര്യാണത്തിൽ. അദ്ദേഹത്തിന് ക്രിസ്ത്യാനിയോ ജൂതനോ മുസ്ലിമെന്നോ ഉള്ള ഒരു വ്യത്യാസവും അദ്ദേഹത്തിനില്ല. ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കാര്യമെന്ന് പറയുന്നത്, നമ്മൾ തിരിച്ചറിയുന്നത് ഗാസയിൽ കൊല്ലപ്പെടുന്ന ആളുകളിലെ ഓർത്ത് ദുഃഖിച്ച മനുഷ്യനാണ് അദ്ദേഹം. ഈ അവസാനം പോലും അത് വ്യക്തമാക്കിയിട്ടുള്ള ആളാണ്. അപ്പോൾ എന്നാൽ അവിടെ അദ്ദേഹം ജൂതന്മാർക്കെതിരല്ല, അദ്ദേഹം ക്രിസ്ത്യാനികൾക്കെതിരല്ല, മുസ്ലിങ്ങൾക്കെതിരല്ല. ഇങ്ങനെയുള്ളൊരു മനുഷ്യനെയാണ് ലോകത്തിന് ആവശ്യം. പക്ഷേ അതൊരു തീരാ നഷ്ടമായിട്ട് മാറി. അദ്ദേഹം കാലം ചെയ്യപ്പെട്ടുവെങ്കിലും അദ്ദേഹം ദൈവസന്നിധിയിലേക്ക് പോവുകയാണ്. അതിന് ഏറ്റവും യോഗ്യനായിട്ടുള്ളൊരു മനുഷ്യനാണ്, ഒരു മനുഷ്യ സ്നേഹിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ നിന്നും കാണും. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ആയിരിക്കട്ടെ.